ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പുറത്ത് പോകുമ്പോൾ നല്ല രസമല്ലേ. ഞങ്ങൾക്കൊന്ന് മാവൂര് വരെ പോയി വരാനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എങ്ങോട്ടോ ഒരു ലോങ് ട്രിപ്പ് പോയി വന്നൊരു വൈബൊക്കെയാണ് ഞങ്ങളെല്ലാവരും കൂടെ പോയി വന്നപ്പോൾ ഉണ്ടായിരുന്നത്. വന്ന് വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 3-3:30 അപ്പോൾ 4 മണിയാകുമ്പോഴത്തേക്ക് മക്കളെത്തും. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അട ഉണ്ടാക്കാൻ വിചാരിച്ചു. ഇവിടെ അധികം ഒന്നുകിൽ ഗോതമ്പിൻ്റെ അട അല്ലെങ്കിൽ പത്തിരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന അട അങ്ങനെ മാറി മാറിയാണ് ഉണ്ടാവാറ്. അപ്പോൾ ഇന്ന് പത്തിരിപ്പൊടി കൊണ്ടുള്ള അടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ജിത്തോട്ടൻ്റെ അടുത്ത് പറയാൻ അതാണല്ലോ എളുപ്പം, പെട്ടെന്ന് അതാണല്ലോ ഉണ്ടാക്കുക. ശരിയാണ്, ഞങ്ങൾ സേമിയ കൊണ്ടും കൂടെ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. കാരണം ഞാൻ പുറത്ത് കണ്ടിട്ടുണ്ട് സേമിയ കൊണ്ടുള്ള അട, പക്ഷെ ഞാൻ ഇതുവരെ അത് ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ഇവിടെ നിൽക്കാം, മോൾ ഒന്നും കൂടെ വാ, എന്നിട്ട് പേടിപ്പിച്ചോട്ടെ. അമ്മ തിരിഞ്ഞിക്കേ. കുഞ്ഞാവനെ ബാക്കൊക്കെ കൂടെ വന്ന് പേടിപ്പിക്കാൻ നോക്കിയതാണ്. പക്ഷെ ഞാൻ ആദ്യമേ കുഞ്ഞാനെ കണ്ടോണ്ട് ഒന്നും കൂടെ ഞങ്ങൾ അഭിനയിച്ചു. അടയാന്ന് പറഞ്ഞപ്പോൾ രണ്ടാൾക്കും സന്തോഷമായിട്ടോ. വേഗം ഞങ്ങൾ മേലൊക്കെ കഴുകി അട തിന്നാനിരിക്കുക. അപ്പോൾ അതിൻ്റെ മുന്നേ മുടിയൊക്കെ ഒന്ന് കെട്ടണം. ഇത് ഇന്നും വൈകുന്നേരം ഉള്ളതാട്ടോ, കാരണം സ്കൂൾ വിട്ട് വരുന്നതല്ല, കാരണം നിറച്ചും പേനായിരിക്കും. അപ്പോൾ ഇവകളെയും സാൻവീനെയും എല്ലാം മിന്നു അവിടെ പിടിച്ചിട്ടോ അല്ലെ ഞാനിവിടെ പിടിച്ചിട്ടോ ഇരുത്തി പേനൊക്കെ നോക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ അതിൽ ചിത്താട്ടം വിളിച്ച് ഞങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പിന്നെന്താ വൈകുന്നേരം എല്ലാം വീട്ടിലെയും പോലെയൊക്കെ തന്നെയുള്ളൂ. ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. പക്ഷെ എന്താണെന്നറിയില്ല, ഇതൊക്കെ കാണിക്കുമ്പോൾ ഒരു രസമല്ലേ. പിന്നെ അടിച്ചു വാരുക, ചെടി നനയ്ക്കുക. എനിക്ക് കുറച്ചും കൂടെ ഒരുപാട് ചെടി വീട്ടിൽ നിന്ന് നിറച്ച് വേണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. നയോമിക്ക് എൻ്റെ അടുത്ത് പറയും, ചിറ്റ ഇത് തന്നെ ഓവറായി മുറ്റത്ത്, അതുകൊണ്ട് ആ ചിറ്റയ്ക്ക് ചെടി വയ്ക്കാൻ സ്ഥലമില്ല തോന്നണത് എന്ന് പറയും. അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ വൃശ്ചികം തുടങ്ങുകയല്ലേ. അപ്പോൾ അതിൻ്റെ ഓരോ പരിപാടികളും ഞങ്ങളിങ്ങനെ പറയാം. കർട്ടൻസും പിന്നെ ബെഡ്ഷീറ്റുകളൊക്കെ എടുത്തിട്ട് തിരുമ്പണം, പിന്നെ ഒരുപാട് വൃത്തിയാക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ചെയ്യണം. അങ്ങനത്തെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നാൽ ഒരുമിച്ച് ചെയ്യുക, ഒരുമിച്ച് നോക്കാമെന്ന് ഇങ്ങനെ പറയുകയാണ്. അപ്പം എന്താ, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി